നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരുരുട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 1 മുതൽ 15 തീയതി വരെ ഇവർക്ക് ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങളും അവ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിന്റെ സാധ്യതകളും നമ്മൾ പറയുന്നുണ്ട്. ദൗർഭാഗ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാരവും നമ്മൾ പറയുന്നുണ്ട്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി കാണുവാനും അതിനുവേണ്ട ക്രമപ്പെടുത്തലൊക്കെ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാര് എല്ലാവരും 1 തീയതി മുതൽ 3 തീയതി വരെ ഒന്ന് ശ്രദ്ധിക്കണം. ചില മൃഗങ്ങളാല് അല്ലെങ്കിൽ ഇഴജന്തുക്കളാലൊക്കെ നിങ്ങൾക്ക് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ മുറിവ്, ചതവുകൾ, ഒടിവുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3 ദിവസം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ല ഒരു സമയമല്ല. കൂടാതെ രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇഴജന്തുക്കൾ കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവായി പോകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാധികാരികളിലൊക്കെ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികളോട് നമ്മൾക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിരുത്തി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉന്നത വിജയം നേടാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ ഭാവിയിലേക്ക് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠനത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ബുദ്ധിയൊക്കെ വികസിച്ച് നിൽക്കുന്ന സമയമാണ്. പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കുക. ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ വിവാഹകാര്യമൊക്കെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിലൊക്കെ ചില ആളുകളൊക്കെ ഇടംകോലിടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വരുമ്പോൾ പോലും നിങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് എതിരെ ശത്രുശല്യം ഉള്ളത് കൊണ്ടാണ്. ഒരു ശത്രു നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം മുടക്കുവാനായിട്ടുണ്ട്. ആ ശത്രുവിനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു തടസ്സം എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മുൻകരുതൽ എന്നോണം വിവാഹം ആലോചിക്കുന്ന കാര്യം മറ്റാരും അറിയാതെ ചെയ്യുക. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുമല്ലെങ്കിൽ നമ്മൾ വിവാഹം ചെയ്യാൻ വരുന്ന ആളോട്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ആളോട്, സ്ത്രീ ആയാലും പുരുഷനായാലും, ഇത് സ്ത്രീക്കും പുരുഷനും ബാധകമാണ്, അവരോട് ഇങ്ങനെയുള്ള ഒരു കാര്യം തുറന്നു പറയുക. നിങ്ങളോട് ആരെങ്കിലും ഇത് മുടക്കുന്ന രീതിയിലുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കാൻ അപേക്ഷിക്കുക. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം അവരോട് തുറന്നു പറഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപക്ഷെ അവര് സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാരാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും അടുത്ത നിൽക്കുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്നാണ് കാണുന്നത്. അതുകൊണ്ട് വിവാഹ കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഈ ഫലം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. നിങ്ങളുടെ സ്വത്തുവകകളൊക്കെ സംരക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള പേപ്പറുകളിലൊന്നും നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ജാമ്യം നിൽക്കാനൊന്നും പാടില്ലാത്ത ഒരു സമയമാണ്. 1 തീയതി മുതൽ 6 തീയതി വരെയുള്ള സമയങ്ങളിൽ എഴുത്തുകുത്തുകളൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിൽ ഒപ്പുവയ്ക്കുക. കാരണം ചില ചതിക്കുഴികളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ സ്വത്തുവകകളൊക്കെ ജാമ്യമായി പോകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കൈവശമാകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. 7 തീയതിക്ക് ശേഷം നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ വളരെ കൃത്യമായിട്ട് വരികയും എല്ലാ കാര്യങ്ങളും ഒരു വിജയവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു സമയമാണ്. നിങ്ങളുടെ തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക്
വന്നു ചേരുന്നതാണ്. നിങ്ങൾ പോലും നനച്ചിരിക്കാതെ നിങ്ങൾക്കത് വന്നു ചേരുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള ഒരു നേട്ടമാണ് അത് കാണുന്നത്. ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കാം. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് എക്സാമുകൾ, ഇന്റർവ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് വിദ്യാർത്ഥികളുടെ ഗണത്തിൽ നിങ്ങൾക്ക് പെടുത്താൻ കഴിയുന്നതാണ് ഈ എക്സാമുകളും ഇന്റർവ്യൂകളും ഒക്കെ. കാരണം ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എല്ലാം ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് എനർജിയിലായിരിക്കും പോകുന്നത്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ മേന്മയിലാണ് പോകുന്നത്. സമ്പത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയാണ് ഉണ്ടാവുന്നത്. ഈ 15 ദിവസം വലിയ സാമ്പത്തികപരമായിട്ട് കോട്ടങ്ങളൊന്നും കാണുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ശത്രുശല്യം ഉണ്ടാകുന്നത് കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും ആവശ്യമാണ്. നമ്മളുടെ പൂർവികരെ സ്മരിക്കുന്നതൊക്കെ ഒന്ന് വളരെ നല്ല കാര്യമാണ്. പൂർവികരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശത്രുശല്യമൊക്കെ ഒഴിവായി പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആ ദൈവത്തിന്റെ നാമം ഉരുവിട്ടുകൊണ്ട് രാവിലെ ഉണർന്നെഴുന്നേൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ കഴിയുവാണെങ്കിൽ അത് നടത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 15 ദിവസം നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.